ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയാണ്. നമുക്ക് നോക്കിയാലോ. ഞാൻ ഈ ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഈ 2 മീഡിയം സൈസ് ക്യാരറ്റും പിന്നെ ഈ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റിനെ നല്ലോണം ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ക്യാരറ്റിനെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് സവാളേനെ അതുപോലെ തന്നെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. പാന് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായതിന് ശേഷം കടുകിട്ട് നല്ലോണം പൊട്ടിക്കുക. അപ്പം കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട്. അപ്പം ഞാൻ ആ സവാള ആഡ് ചെയ്ത് കൊടുത്തു. സവാള ആഡ് ചെയ്തിട്ട് നമുക്കൊരു 30 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡോളം വഴറ്റിയാൽ മതിയാവും. അപ്പം നല്ലോണം ഒരു 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിൽ ചേർത്തിട്ടുണ്ട്. അതും നമുക്കൊരു 30 സെക്കൻഡ് ഇതുപോലെ വഴറ്റുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നമുക്കൊരു 30 സെക്കൻഡോളം ഇങ്ങനെ വഴറ്റുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗരം മസാല ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡോളം നല്ല രീതിയിൽ വഴറ്റുക. അപ്പം നമുക്കിനി ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിനെ ഇന്ന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്, ഇതുപോലത്തെ പാത്രങ്ങളാണെങ്കിൽ ലോ ഫ്ലെയിമിലും, നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ അടച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പം ഞാനിതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് നല്ലോണം കുക്കായതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതിനൊന്ന് വഴട്ടി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് വഴട്ടി ഡ്രൈ ആയിട്ട് എടുക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നല്ലോണം ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഞാൻ നല്ലോണം ഇളക്കി ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം നല്ല ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിനെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോഴിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.